ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 27. മദ്യനയ വിവാദം ഗൂഢാലോചന തെളിയിക്കണം. 8 വർഷമായി ഭരണമില്ലാതെ തുടരുന്ന UDFന്റെ അസഹിഷ്ണുതയ്ക്ക് ഒടുവിലത്തെ ഉദാഹരണമാണ് മദ്യനയ വിവാദം. വലതുപക്ഷ മാധ്യമങ്ങളുടെ സഹായത്തോടെ വലിയ സംഭവമായി കൊണ്ടുവന്ന ബോംബ് കത്തുന്നതിനു മുൻപേ ചീറ്റിപ്പോയി. ഇടതുപക്ഷ സർക്കാരിനെ താറടിച്ച് ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന് ഇതിനു മുൻപ് കൊണ്ടുവന്ന നുണബോംബുകളെല്ലാം 8 നിലയിൽ ചീറ്റിയതുപോലെ മദ്യനയ വിവാദവും പൊളിഞ്ഞു. ഇത് UDFന്റെയും അവരെ വഴിവിട്ട് സഹായിക്കുന്ന മാധ്യമങ്ങളുടെയും വിശ്വാസ്യതയ്ക്ക് കടുത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ്. വളരെ ആസൂത്രിതമായി കൊണ്ടുവന്ന വിവാദമാണ് ഇതെന്ന് തുടക്കത്തിൽ തന്നെ ഉറപ്പായി. സർക്കാരോ LDFോ ആലോചിക്കാത്ത മദ്യനയത്തെക്കുറിച്ച് 2 ആഴ്ചയിലധികമായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. മദ്യനയം തിരുത്താൻ കോഴ കൊടുക്കാനായി പണം പിരിക്കുന്നു എന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് ഊമക്കത്തയക്കുന്നു. പിന്നീട് ബാർ അസോസിയേഷനിലെ പടലപ്പിണക്കത്തെ തുടർന്ന് ഒരു നേതാവ് ഇട്ട ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് നൽകുന്നു. മദ്യനയത്തിൽ കോഴ ആരോപണവുമായി ലീഡ് വാർത്തകളും ചാനൽ ചർച്ചകളും വരുന്നു. UDF കാലത്തെ പോലെ ബാർ മുതലാളിമാരെ സഹായിക്കാൻ കോഴ വാങ്ങി മദ്യനയം ഉണ്ടാക്കുന്നു എന്ന തരത്തിലായിരുന്നു ചർച്ച. 2-ാം ദിവസം ശബ്ദ സന്ദേശം അയച്ചയാൾ തന്നെ അത് നിഷേധിച്ച് രംഗത്ത് വന്നതോടെ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞു. എന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. ഏത് തരംതാണ ആരോപണവും ആർക്കും ഉന്നയിക്കാമെന്ന നില വരുന്നത് സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തെ മലീമസമാക്കും. അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. മാധ്യമങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുക്കുന്നത് എന്ന് ജനങ്ങൾ അറിയണം. മദ്യനയം പുതുക്കാൻ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ബാർ ഉടമകൾ വ്യക്തമാക്കണം. ആരോപണം ബാർ അസോസിയേഷൻ നേതാക്കൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ 500-ലധികം വരുന്ന ബാർ ഉടമകളിൽ ആരെങ്കിലും കോഴ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണം. UDF കാലത്തുണ്ടായ കോഴ ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കും എന്നത് LDFന്റെ പ്രഖ്യാപിത നയമാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന് പണം കൊടുത്ത് കാര്യങ്ങൾ നേടാം എന്ന നില കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ അവസാനിച്ചതാണ്. ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി തടയാനുള്ള തീവ്ര ശ്രമത്തിലുമാണ് സർക്കാർ. ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ്. അത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് തന്നെ DGPയോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. സർക്കാർ ആലോചിക്കുന്നതിന് മുൻപേ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ എങ്ങനെ വാർത്ത വന്നു? ഇത് വിശ്വസിച്ച് ആരെങ്കിലും പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? ബാർ ഉടമയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് നൽകിയതിന് പിന്നിൽ ആര്? തുടങ്ങിയ വസ്തുതകളെല്ലാം പുറത്തു വരണം. ശബ്ദ സന്ദേശത്തിൽ ആർക്കെങ്കിലും കോഴ കൊടുത്തതായി പറയുന്നില്ല, ചോദിച്ചതായും ഇല്ല. എന്നിട്ടും കോഴ വാങ്ങി എന്ന തരത്തിലാണ് മാധ്യമ വാർത്തകളും UDF പ്രചാരണവും. കാള പെറ്റു എന്ന് വിശ്വസിക്കുന്ന പ്രതിപക്ഷവും അത് കേട്ട് കയറെടുത്തോടുന്ന മാധ്യമങ്ങളുമാണ് കേരളത്തിലുള്ളതെന്ന് പറയേണ്ട ഗതികേടിലാണ് നമ്മൾ. ജനാഭിലാഷത്തിനൊത്ത് പ്രവർത്തിക്കുന്ന LDF സർക്കാരിനെതിരെ പറയാൻ ഒന്നും കിട്ടാതെ വന്ന പ്രതിപക്ഷം വ്യാജ വാർത്തകൾ ഉണ്ടാക്കി പുകമറ സൃഷ്ടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. LDFനെതിരെ കിട്ടുന്ന നിസ്സാര കാര്യം പോലും വലിയ വാർത്തയാക്കാൻ വെമ്പൽ കൊള്ളുന്ന മലയാളത്തിലെ മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ സഹായം UDFനും BJPക്കും ആവോളം ലഭിക്കുന്നുണ്ട്. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യം വെച്ച് ഇതിനു മുൻപുന്നയിച്ച എല്ലാ ആരോപണവും ചീറ്റിപ്പോയത് നാം കണ്ടു. സ്വർണ്ണക്കടത്ത്, മാസപ്പടി തുടങ്ങിയ ഇല്ലാ കഥകളിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും എന്തെല്ലാമാണ് പ്രചരിപ്പിച്ചത്. ഒടുവിൽ കോടതി തന്നെ ആരോപണങ്ങൾ ചവറ്റുകൊട്ടയിലിട്ടപ്പോൾ പുതിയ കഥയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷമായി UDF അപഹാസ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ലാതെ ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? സംസ്ഥാന സർക്കാരിനെയും ജനങ്ങളെയും പരമാവധി ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ലെന്ന് മാത്രമല്ല, എല്ലാത്തിനും ശക്തമായ പിന്തുണയും നൽകി. സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രവർത്തനങ്ങൾ പുറം കരാർ നൽകുന്ന UDFൽ നിന്ന് നന്മകൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. വ്യാജരേഖകളും നുണക്കഥകളും ഉണ്ടാക്കി രാഷ്ട്രീയത്തെ അങ്ങേയറ്റം മലീമസമാക്കുന്ന ഏർപ്പാട് അവർ തുടർന്നുകൊണ്ടേയിരിക്കും. അവർക്ക് കൂട്ടായി ഇടതുപക്ഷ വിരുദ്ധ ജ്വരം ബാധിച്ച മാധ്യമങ്ങളും ഉണ്ടാകും.